ഓണം വെക്കേഷന് കുട്ടികളെയും കൂട്ടി എവിടെ പോകണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് കറുകച്ചാലിനപ്പുറം മയിലാടിയിൽ ഐറാസ് അഡ്വഞ്ചർ പാർക്കിനെ പറ്റി അറിയാൻ കഴിഞ്ഞത്. ഞങ്ങളുടെ ഏട്ടൻ്റെ മക്കളെ കൂട്ടി അവിടെ പോയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കിങ്ങനെ അറിഞ്ഞിരുന്നു. അപ്പോൾ ഏട്ടനിൽ നിന്നാണ് ഈ ഒരു പാർക്കിനെ പറ്റി ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പായും അമ്മയും ശ്രീകുട്ടിയും ഹരിക്കുട്ടിയും അമ്മൂട്ടിയും മിന്നൂട്ടിയും എല്ലാവരും ഉണ്ടായിരുന്നു. ശ്രീകുട്ടിയുടെ ഹസ്ബൻഡ് നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ശ്രീകുട്ടിയും ഹസ്ബൻഡും കൂടെ പുറകിൽ 2 വീലറിൽ വന്ന് ഞങ്ങളെല്ലാവരും കൂടെ കാറിലാണ് പോയത്. കുട്ടികളൊക്കെ ഭയങ്കര ത്രിൽഡാണ്. പാർക്കിലാണ് പോകണമെന്ന് അറിഞ്ഞപ്പം അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് എത്തിയിട്ടുണ്ട്. ഐറാസ് പാർട്ടി ഹാളും ഐറാസ് സ്പോർട്സ് ക്ലബ്ബും എല്ലാം കൂടെ കൂട്ടിയുള്ള ഒരു സ്ക്വയറാണത്. നമുക്ക് പോകേണ്ടത് ഐറാസ് അഡ്വഞ്ചർ പാർക്കിലാണ്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോവുകയാണ്. ഇവിടെ ഒരു സ്പോർട്സ് ക്ലബ്ബ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഫുട്ബോൾ കോർട്ടും ടെന്നീസ് കോർട്ടും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ സ്വിമ്മിങ്ങിനുള്ള ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. അഡൾട്ട് ഒരാൾക്ക് 25 രൂപയും കുട്ടികൾക്ക് ഒരാൾക്ക് 100 രൂപയുമാണ്. അങ്ങനെ അപ്പായും അജീഷും കൂടെ പോയി ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ അഡ്വഞ്ചർ പാർക്കിനുള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടികൾ 2 പേരും അങ്ങ് ദൂരെയുള്ള റൈഡുകളൊക്കെ കണ്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ റൈഡിലേക്ക് കയറാൻ വേണ്ടി അവർ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ സ്പോർട്സിൻ്റെ ഐറ്റംസ് കുറച്ച് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. രുദ്രമോൾ ആദ്യം തന്നെ അതിനകത്തൊക്കെ കയറി ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി. എവിടെ അത് അനങ്ങുന്നതേ ഇല്ല. പിന്നെ അപ്പ 2 കൊച്ചുമക്കളെ എടുത്തുകൊണ്ട് നമ്മുടെ പാർക്കിനുള്ളിലേക്ക് പോവാം. അവിടെ ഒരു ബോർഡിലായിട്ട് കുറച്ച് വാർണിങ്സ് എഴുതിയിട്ടുണ്ട്. നമ്മുടെ പാർക്കിൽ പാലിക്കേണ്ട കുറച്ച് നിബന്ധനകളൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ ഷൂസ് ഉപയോഗിച്ച് കുട്ടികളെ അകത്ത് പ്രവേശിപ്പിക്കില്ല. അപ്പോൾ അത് സോക്സ് ഉപയോഗിക്കാം. പിന്നെ സോക്സ് ഇല്ലാത്ത കുട്ടികൾക്ക് അവിടുന്ന് സോക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വലിയവർക്കൊന്നും കുട്ടികളുടെ റൈഡുകൾക്കൊന്നും കയറാൻ പറ്റില്ല. പിന്നെ അങ്ങനത്തെ കുറച്ച് വാർണിങ്സാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഓരോ ടോയ്സ് കണ്ടപ്പോൾ തന്നെ കുട്ടികൾ 2 പേരും ഓരോന്നിലും കയറി പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആദ്യം കയറിയതൊരു കുതിരയ്ക്കകത്താണ്. അപ്പം പിന്നെ അടുത്തത് കയറിയിരിക്കുന്ന ഒരു പുഴുവിനകത്തൂടെ കയറി ഇറങ്ങുകയാണ് രുദ്രയ്ക്കിത് ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു പുഴുവിനെ കണ്ടപ്പം. പിന്നെ അത് കയറാമെന്ന് കണ്ടപ്പോഴാണ് അവൾ കുറച്ച് ഹാപ്പി ആയത്. അപ്പോൾ അവൾ 2-3 പ്രാവശ്യം അതിനകത്ത് തന്നെ കയറി ഇറങ്ങിയായിരുന്നു. പിന്നെ അമ്മൂട്ടി അവിടെ കിടക്കുന്ന പന്തും ഒക്കെ എടുത്ത് കളിക്കുമായിരുന്നു. അവൾക്ക് റൈഡിലൊക്കെ കയറാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു. പിന്നെ കയറിയ പേടിയൊക്കെ അങ്ങ് മാറി. രുദ്രമോക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ടാറ്റാ ഇതിലേ കൂടെ ഹായ് പറഞ്ഞേ ഡേ ഇതിലേ കൂടെ ഹായ് പറഞ്ഞേ ഹായ്. അങ്ങനെ അമ്മൂട്ടിയും രുദ്രമോള് കയറിയതുപോലെ ആ റൈഡിൽ കൂടെ കയറി അവളുടെ പേടി അങ്ങ് മാറി. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ കുഞ്ഞിനൊരു പേടി ഉണ്ടായിരുന്നു. അതിപ്പോൾ 2-3 പ്രാവശ്യം അതിലൊക്കെ കയറിയപ്പോഴേക്കും അവളുടെ പേടിയൊക്കെ അങ്ങ് മാറി. അപ്പോൾ പിന്നീട് ഇവർ പോകുന്നത് മറ്റേ കളർ ബോൾസിൻ്റെയൊക്കെ ഒരു റൈഡിലേക്കാണ്. അപ്പം ഒരുപാട് കളർ ബോൾസ് ഇങ്ങനെ കൂട്ടിയിട്ട് അതിനിടയ്ക്ക് ഒരു സ്ലൈഡ് വെച്ചിരിക്കുകയാണ്. അപ്പം നല്ല രസമുണ്ട്. കളർ ബോൾസ് നല്ല സോഫ്റ്റ് ബോൾസാണ്. അപ്പോൾ കുട്ടികൾക്ക് നിൽക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ കിടക്കുമ്പോഴോ ഒന്നും ഒരു കുഴപ്പമില്ല, കാരണം സോഫ്റ്റാണ്. അങ്ങനെ രുദ്രമോൾ അതിൽ സ്റ്റെപ്സൊക്കെ കയറി ആ സ്ലൈഡ് കയറി ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പം നേരത്തെ അവൾ കണ്ടിരുന്നു, ഒരു കുട്ടി ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് മനസ്സിലായി ഈ സ്റ്റെപ്സ് കയറി ചെന്ന് സ്ലൈഡ് ചെയ്ത് വരേണ്ട ഒരു റൈഡാണെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ അവൾ സ്റ്റെപ്സ് കയറി ടോപ്പ് പൊസിഷനിൽ ചെന്നിട്ട് ഇനി ഇത് സ്ലൈഡ് ചെയ്ത് വരാനുള്ള പരിപാടിയാണ്. സൂപ്പർ. അങ്ങനെ ബോൾസുമായിട്ടൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് അവിടെയുള്ള മറ്റ് ടോയ്സിലൊക്കെ ഇവർ കയറുകയാണ്. പിന്നെ ഇപ്പോൾ കയറുന്നത് ഒരു വീടിൻ്റെ മിനിയേച്ചറാണ്. അപ്പോൾ ഇതിനകത്ത് 2 ചെയറും 2 സ്റ്റൂളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വീടിൻ്റെ പോലെ തന്നെ ഡോറും 2 വിൻഡോസും ഒക്കെയുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ബ്ലോക്സ് അടുക്കി വെച്ചിട്ടുണ്ട്. ബിൽഡിംഗ് ബ്ലോക്സിൻ്റെ വലിയ ബ്ലോക്സാണ്. അപ്പം അവരിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, അവർക്കതൊന്നും വേണ്ട. അപ്പം മൊത്തത്തിൽ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പം സൂപ്പറാണ്, അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട് കുട്ടികൾ. അവർക്ക് ഈ ബോൾസ് വിട്ടിട്ട് അങ്ങോട്ട് വരാൻ തോന്നുന്നില്ല, കാരണം നല്ല കളർഫുള്ളാണ്. കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന പോലത്തെ കളർഫുൾ ഐറ്റംസാണ് ഇതൊക്കെ. പിന്നെ വളരെ സോഫ്റ്റുമാണ്. അവർ പിന്നെയും അതിലേക്ക് ഇറങ്ങുകയും സ്ലൈഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മൂനും പേടിയൊക്കെ മാറി. അടിപൊളി ചിരി. അമ്മൂട്ടി നല്ല സന്തോഷമായിട്ട് പിന്നെ അതിനകത്ത് കയറി ഇറങ്ങി നിന്ന്. ആ സമയത്ത് രുദ്രമോള് വേറൊരു ടോയും കൊണ്ട് നിൽക്കുകയാണ്. ഒരു വണ്ടി, ആ വണ്ടി പാളത്തിൽ കൂടെ കയറി ഇതുപോലെ പോകാനും ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ലായിരുന്നു ഈ പാളം എന്തിനായിരുന്നെന്ന്.
പിന്നെ ഇവൾ വണ്ടിയും കൊണ്ട് കയറിയപ്പോഴാണ് ഞങ്ങൾക്കും മനസ്സിലായത് ഇതങ്ങനത്തെ കളിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ നമ്മുടെ കളർ റിങ്സ് ആയിരുന്നു. കുറേ കളർ റിങ്സും ഉണ്ട്, ആ കളറിലുള്ള കുറച്ച് കുട്ടി എലിഫൻസും ഉണ്ട്. അപ്പം അമ്മൂട്ടി ആദ്യം എല്ലാ കളേഴ്സും കറക്റ്റായിട്ട് ഈ എലിഫൻറ്റിലേക്ക് ഇട്ടായിരുന്നു. മിന്നുവിന് കളറൊക്കെ 2-3 കളേഴ്സൊക്കെ അറിയാമെങ്കിലും അവളെല്ലാം തെറ്റിച്ചാണ് ഇട്ടത്. പിന്നീട് ശരിയാക്കിയിട്ട് ഇടാൻ ശ്രമിച്ചു, കറക്റ്റായിട്ട് ഇട്ടിട്ടുമുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് രണ്ടുപേരും തമ്മിൽ അടിയൊക്കെ ആയി. കുട്ടികൾ കളർ റിങ്സ് വിട്ട് മാറിയപ്പോഴേക്കും അവിടേക്ക് ശ്രീകുട്ടി എത്തി ഓരോ റിങ്സ് എറിഞ്ഞ് വീഴ്ത്തുകയാണ്. അപ്പം അതിൽ 2-3 കറക്റ്റായിട്ട് വീണു. ആ ഒരു പ്രഭാവത്തിൽ വന്ന് നോക്കിയതാണ് ഹരിക്കുട്ടി. പക്ഷേ ഭാഗ്യം എന്നോണം നല്ല ഉന്നം പോലെ അവളിട്ട റിങ്സ് ഒന്നും വീണിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാർക്കിൻ്റെ പുറത്തുള്ള റൈഡ്സ്. നല്ല വെയിലായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം രുദ്രമോക്ക് അവിടെ അങ്ങ് അടങ്ങിയിരിക്കുന്നത് ഇഷ്ടമല്ല, അവൾക്ക് എല്ലാ റൈഡ്സിലും കയറണം. പക്ഷേ ഞങ്ങൾ വന്ന സമയം വളരെ നല്ല സമയമായിരുന്നു, നട്ടുച്ച സമയം ആയതുകൊണ്ട്, വെയിലായതുകൊണ്ട് കുട്ടികളൊന്നും എല്ലാ റൈഡ്സിലും കയറ്റാൻ പറ്റിയില്ല. മിനുസ് എന്തേ അതേ ഇതിലേക്കൂടെ വന്നത്? ഒന്നുകൂടെ കയറിക്കാം, അമ്മ കണ്ടില്ല. രുദ്രമോൾക്ക് പിന്നെ ചൂടും വെയിലും ഒന്നും ഒരു പ്രശ്നവുമില്ല. അവൾക്ക് വെയിലാണെങ്കിലും എല്ലാ റൈഡ്സിലും കയറി ഇറങ്ങണമെന്നുള്ളൊരു നിർബന്ധത്തിലാണെന്ന് തോന്നുന്നു വന്നത്. അപ്പം ഇതാൾക്ക് ഇഷ്ടമുള്ളൊരു റൈഡാണ്. കാരണം 2-3 പ്രാവശ്യം പാർക്കിലൊക്കെ പോയിട്ട് ഇതിനകത്ത് തന്നെ കയറിയിട്ടുണ്ട്. അങ്ങനെ വെയിലിന് ശക്തി കൂടി വന്നപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ഇറങ്ങാൻ നിന്നപ്പോഴാണ് അമ്മൂട്ടിയുടെ മനോഹരമായ നൃത്തച്ചുവടുകൾ അവിടെ അരങ്ങേറുന്നത്. ഒരാളാണെങ്കിൽ റൈഡ്സിലൊക്കെ കയറി ടയേർഡായിട്ട് നിൽക്കുകയാണ്, കുറച്ച് വെള്ളം കുടിച്ചാൽ മതി. അങ്ങനെ ഞങ്ങളെല്ലാവരും വണ്ടി പാർക്ക് ചെയ്തെടുത്തോട്ട് പോവാണ്. ഉച്ച സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും ടയേർഡായി വിശന്ന് ഇനി ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ച് നടക്കുക. കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടുവന്ന വെള്ളമൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഹോട്ടൽ വരെ പോകണ്ടേ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ കറച്ചാൽ സെൻട്രൽ ജംഗ്ഷന് അടുത്ത് തന്നെയുള്ളൊരു അടിപൊളി ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അത് മിഡ് വേ ഫേവറേറ്റ് പിസ്സ എന്നുള്ളൊരു റെസ്റ്റോറൻറ്റാണ്. സംഭവം അടിപൊളിയായിരുന്നു, പറയാതിരിക്കാൻ പറ്റത്തില്ല, അടിപൊളിയായിരുന്നു. നല്ല കസ്റ്റമർ സർവീസും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം താഴെ മേളിലും ഒക്കെ ആയിട്ട് ഡൈനിങ് ഉണ്ട്. ഞങ്ങൾ മേളിലേക്കാണ് പോയത്. ഇവിടെ മുകളിലിരുന്ന് കഴിക്കാൻ നല്ലൊരു വൈബാണ്. അപ്പം രുദ്രമോൾ വണ്ടിയിലിരുന്ന് കുറച്ച് നേരം ഉറങ്ങിയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഹോട്ടലിൻ്റെ വാതിലെത്തിയപ്പോൾ തന്നെ അവൾ ഉണർന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടേബിള്. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ഫുൾ അൽഫാം മന്തിയും ഒരു ഹാഫുമാണ് ഓർഡർ ചെയ്തത്. ഒരു 15-20 മിനിറ്റത്തെ താമസം ഉണ്ടെന്ന് അവർ പറഞ്ഞു. ആ ഒരു സമയം കൊണ്ട് രുദ്രയും ചിറ്റയും കൂടെ ഏതാണ്ടൊക്കെയോ ഓർഡർ ചെയ്യണം. അവൾ എന്തൊക്കെയോ വേണമെന്ന് പറയുന്നു, എല്ലാം ഓക്കെ എന്ന് പറയുന്നുണ്ട്. നമുക്ക് മനസ്സിലായിട്ടില്ല എന്താ സംഭവം. അങ്ങനെ ഞങ്ങൾ ഫുഡ് വെയിറ്റ് ചെയ്ത് ആ ഒരു റൂമിലെ ഭംഗിയൊക്കെ ആസ്വദിച്ചിങ്ങനെ ഇരിക്കുകയാണ്. നല്ല രസമുണ്ട് അവിടുത്തെ പെയിൻറ്റിങ്സൊക്കെ കാണാനായിട്ട്. ഈ ഒരു ഉച്ച സമയം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഞങ്ങളുടെ ഫുഡൊക്കെ എത്തി. എല്ലാവരും കഴിച്ച് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് പോയത് ലിഫ്റ്റ് വഴിയാണ്. അമ്മൂട്ടിയുടെയും മിന്നുട്ടിയുടെയും ഇന്നത്തെ ഒരു ദിവസം നല്ല അടിപൊളിയായിരുന്നു. അവർ മാക്സിമം എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. കൂടെ ഞങ്ങളും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഒപ്പം ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ.